പുതിയ വർഷം ആരംഭിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിറവേറണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് ധ്യാനിക്കുന്നതിന് നമ്മെ സഹായിക്കുന്ന ഒരു വചനഭാഗം നമുക്ക് എടുക്കാം. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 15-ഉം 16-ഉം തിരുവചനങ്ങൾ. റോമാലേഖനം 9-ാം അധ്യായം 15, 16 വചനങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ധ്യാനിക്കാൻ സഹായിക്കുന്ന ഒരു വചനഭാഗമാണ്. എനിക്ക് ദയ തോന്നുന്നവനോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവനോട് ഞാൻ അനുകമ്പ കാണിക്കും. എനിക്ക് ദയ തോന്നുന്നവനോട് ദയ കാണിക്കും, കരുണ തോന്നുന്നവനോട് ഞാൻ കരുണ കാണിക്കും. ചിലക്ക് തോന്നിയേക്കാം അതൊരു തോന്നിയാസം കാണിക്കലില്ലേ, അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ ഇത് ദൈവം പറയുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. ദൈവം പറയാണ്, എനിക്ക് ദയ തോന്നുന്നവനോട് ഞാൻ ദയ കാണിക്കും, അനുകമ്പ തോന്നുന്നവനോട് ഞാൻ അനുകമ്പയും കാണിക്കും. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. നിങ്ങളുടെ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഇന്ന് ഇരുന്ന് ചിന്തിക്കുമ്പോൾ എനിക്കറിയാം ഒരുപാട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു കടപ്പാട് എനിക്കുണ്ട്. കാരണം ഈ ഒരു വർഷക്കാലം എൻ്റെ ജീവിതം പോയ വഴികളൊക്കെ കണ്ടെത്തുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടപ്പാട് എനിക്കുണ്ട്. നമ്മളെല്ലാവരുടെയും കാര്യം അങ്ങനെയായിരിക്കാം. ദൈവത്തിൻ്റെ കരുണ, ദൈവം കാരുണ്യവാനാണ് എന്നുള്ള ബോധ്യം നമുക്കില്ലെങ്കിൽ നമുക്ക് പറ്റാൻ പോകുന്നത് ഈ ഒരു വർഷക്കാലം നടന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ എല്ലാം കൂടി ഓർത്തിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കും. അത് വരാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ ദൈവം കാരുണ്യവാനാണ്. ഈ ദൈവത്തിനോ എന്നോട് ദയ തോന്നിയാൽ ദയ കാണിക്കും, കരുണ തോന്നിയാൽ കരുണ കാണിക്കും. അതിനുവേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കൃപയും കരുണയും നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ പറ്റും. ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, സാംസൺ ദൈവത്തോട് കരഞ്ഞു പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടി എന്നോട് കരുണ കാണിക്കണം, ഒരു പ്രാവശ്യം കൂടി. ദൈവം അവനോട് കരുണ കാണിക്കുന്നതായിട്ടും അവന് അസാധാരണമായ ഒരു ശക്തി ദൈവം ആ സമയത്ത് നൽകിയതായിട്ടും ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമ്മൾ മാരകമായ പാപം ചെയ്തവരാണെങ്കിലും വചനം നമ്മളോട് പറയുന്നുണ്ട്, ഇതാണ് ഇനിയുള്ള മാർഗം. കർത്താവേ, എനിക്ക് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാനുള്ള യോഗ്യത പോലും ഇല്ല, എങ്കിലും ഞാൻ പറയാണ്, ഇപ്രാവശ്യം കൂടി എന്നോട് കരുണ കാണിക്കുക, ഇനി മുമ്പോട്ട് ഞാൻ അങ്ങേക്ക് വേണ്ടി ജീവിക്കും. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കരുണ വർഷിക്കുന്നതിന് കാരണമാകും എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമ്മളിന്ന് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഈ വർഷം കംപ്ലീറ്റ് ആക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യവും, രണ്ടാമത്തേത് ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യവും. 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒന്ന്, ദൈവത്തിൻ്റെ കരുണ. രണ്ടാമത്തേത്, പുതിയ വർഷത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പ്രത്യാശ. ഈ 2 കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ, ഏതാനും വചനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം നീതിമാനാണ്, എന്നാൽ കാരുണ്യവാനും. ഈ സന്ദേശം ഏതാനും വചനങ്ങൾ ഞാൻ പറയാം. ആ വചനങ്ങൾ നമ്മളൊന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്, പക്ഷേ കാരുണ്യവാനായ ദൈവം കൂടിയാണ്. പറയുവേണ്ടി ഈ ഒരു വർഷക്കാലം നമ്മുടെ ഭാഗത്ത് നിന്നും ഒരുപാട് തെറ്റുകളും വീഴ്ചകളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ കരുണയിൽ ശരണപ്പെടുന്നവർക്ക് ആ കരുണ പ്രാപിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ വർഷം നല്ല രീതിയിൽ ആ കണക്ക് തീർത്ത് അടുത്ത വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതിന് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ദൈവം കാരുണ്യവാനാണ്
എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ഏതാനും വചനങ്ങൾ എടുക്കാം. പ്രഭാഷകൻ 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം. പ്രഭാഷകൻ 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിലുള്ള 2 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. കാരുണ്യവും ക്രോധവും കർത്താവിലുണ്ട്. ചിലരുടെ കുഴപ്പം എന്നാന്നറിയോ? ഞാൻ എന്നാ കാണിച്ചാലും ദൈവം കാരുണ്യവാനായ ദൈവമാണ്, അയ്യോ ഭാവേ കർത്താവ് എനിക്ക് തെറ്റുപറ്റിയെന്ന് പറയുമ്പോൾ ദൈവം അങ്ങ് ക്ഷമിച്ചോളൂ. അങ്ങനെ ലാഘവ ബുദ്ധിയോടെ കാണുന്നവർക്കുള്ളതല്ല ദൈവകരുണ. ദൈവം കാരുണ്യവാനാണെന്നുള്ളത് സത്യമാണ്. പക്ഷേ ലാഘവ ബുദ്ധിയോടെ കാര്യങ്ങൾ കണ്ടിട്ട് ദൈവമെല്ലാം ക്ഷമിച്ചോളും എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുന്നവർക്കുള്ളതല്ല ദൈവകരുണ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കരുണയും ഒപ്പം ക്രോധവും കർത്താവിലുണ്ട്. ഈ 2 കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. തോബിത്തിന്റെ പുസ്തകം 13-ാം അധ്യായം 2 മുതൽ വായിച്ചാൽ, തോബിത്തിന്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 2 മുതലുള്ള വചനഭാഗം എടുക്കുമ്പോൾ 2 കാര്യങ്ങളാണ് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, തിന്മയ്ക്ക് ശിക്ഷ നൽകുന്നവനാണ് ദൈവം. ഏത് തിന്മ പ്രവർത്തിക്കാൻ പോകുമ്പോഴും ഓർത്തോണം, തിന്മയ്ക്ക് ശിക്ഷ നൽകുന്നവനാണ് ദൈവം. ദൈവം കാരുണ്യവാനായതുകൊണ്ട് സകലതും കണ്ണടച്ചോളും അങ്ങനെ ചിന്തിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. തിന്മയ്ക്ക് ശിക്ഷ നൽകുന്നവനാണ് ദൈവം. അതുകൊണ്ടാണ് ദൈവം നീതിമാനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുക എങ്കിലും ദൈവം കരുണ കാണിക്കുന്നവനാണ്. തിന്മയ്ക്ക് ശിക്ഷ നൽകുന്ന ദൈവം കരുണ കാണിക്കുന്ന ദൈവം കൂടിയാണ്. അതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാവുക? ഞാൻ ദൈവം കാരുണ്യവാനാന്ന് പറഞ്ഞ് തുടർച്ചയായിട്ട് പാപം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്നതല്ല ദൈവകരുണ. പകരം ഇതുവരെ എനിക്ക് തെറ്റുപറ്റി, പക്ഷെ ഇനി എൻ്റെ തെറ്റെനിക്ക് തിരുത്തണം. എന്നിട്ട് പഴയ പാപത്തിന് ദൈവത്തോട് മാപ്പ് അപേക്ഷിച്ച് ഇനിമേൽ പാപം ചെയ്യില്ല എന്ന് തീരുമാനമെടുത്തവർക്ക് ദൈവം നൽകുന്നൊരു കാര്യമാണ് കരുണ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശിക്ഷയ്ക്ക് അല്ല, തെറ്റിന് ശിക്ഷ നൽകുന്നവനാണ് ദൈവം, എന്നാൽ കരുണ കാണിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഈ 2 കാര്യങ്ങൾ ഒന്നിച്ചു പോകുന്നത് ദൈവത്തിലാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. പ്രഭാഷകന്റെ പുസ്തകം 16-12 ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പ്രഭാഷകൻ 16-ന്റെ 12-ാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ കാരുണ്യം പോലെ തന്നെ ശിക്ഷയും വലുതാണ്. കാരുണ്യം വലുതാണ്, ശിക്ഷയും വലുതാണ്. അപ്പൊ ഈ 2 കൂടെ ചേർന്ന് ദൈവത്തിൽ തിളങ്ങി വിളങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് 2 ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ പാപത്തിന് ശിക്ഷ, എന്നാൽ അനുതാപികൾക്ക് കരുണ. ചിലർക്ക് തോന്നിയേക്കാം എല്ലാ പാപമൊക്കെ ചെയ്ത് അവസാനം പിന്നെ ഒന്ന് അനുദപിച്ച് കർത്താവെ തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ, കരുണയും കിട്ടും. അപ്പം ഈ ലോക ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചൊക്കെ നമുക്ക് കിട്ടി, മരണാനന്തരം നിത്യജീവനും കിട്ടുമെന്ന്. അങ്ങനത്തെ സൂത്രശാലികളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ചിലർക്ക് പറ്റുന്ന എന്നാന്നറിയോ? ഞാൻ കണ്ടിട്ടുണ്ട് പല വ്യക്തികളെ അവസാന കാലഘട്ടത്തിൽ മരിക്കാൻ പോവാന്ന് അവർക്കറിയാം, എന്നാൽ പോലും ദൈവമേ എന്നൊന്ന് വിളിക്കാൻ പറഞ്ഞു വിളിക്കുകയില്ല. വേറെ ചിലര് എനിക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഇനി ജീവിതകാലത്ത് അവർക്ക് കിട്ടിയ പല അവസരങ്ങൾ, പ്രാർത്ഥിക്കാൻ കിട്ടിയ പല അവസരങ്ങൾ ഒന്നും പ്രയോജനപ്പെടുത്താതെ കണ്ട് തോന്നിയാസം ജീവിച്ചു. അവസാന കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ച് കുംസാരിച്ച് രക്ഷപ്പെട്ടേക്കാന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇപ്പം അങ്ങനെ ഒരു അനുതാപം പോലും വരാതിരിക്കുന്ന വ്യക്തികളുണ്ട്. പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കോമ്പിനേഷൻ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സങ്കീർത്തനം 85 10-ാമത്തെ വചനം എടുത്താൽ 85-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വചനം വായിക്കുമ്പോൾ 2 ഐറ്റംസ് ഇങ്ങനെ ഈ കെട്ടുപണഞ്ഞ് കിടക്കുന്ന പോലെ കിടക്കുന്ന കാര്യങ്ങളാണ്. കാരുണ്യവും വിശ്വസ്തതയും. കാരുണ്യവും വിശ്വസ്തതയും പരസ്പരം ആശ്ലേഷിക്കും. പിന്നെ നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. 4 കാര്യങ്ങൾ
കെട്ടുപിണഞ്ഞു കിടക്കുന്നത് പോലെ ഒന്നിച്ചു പോകുന്ന 4 കാര്യങ്ങൾ ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 4 കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കണം. കരുണ, വിശ്വസ്തത, നീതി, സമാധാനം. ഈ 4 കാര്യങ്ങൾ ഒന്നിച്ചു കിടക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഭവനത്തിലെ കുടുംബാംഗങ്ങൾ പോലെ പരസ്പര ബന്ധത്തിൽ കഴിയുന്ന കാര്യങ്ങൾ. അത് നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കണം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് കരുണ ലഭിക്കും. ഒരു വർഷം മുഴുവൻ ഉണ്ടായിട്ട് നമ്മൾ ആരോടും ഒരു കരുണയും കാണിച്ചില്ല, നമ്മൾ ആർക്കും ഒരു സൽപ്രവൃത്തിയും ചെയ്തില്ല, നമ്മൾ കുറെ തിന്നു കുടിച്ച് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ജീവിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വർഷം നമുക്ക് പ്രയോജനപ്പെട്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും? കാരണം നമ്മൾ ആ രീതിയിൽ ഈ മൃഗങ്ങളെ പോലെ ചിന്തിച്ച് ജീവിച്ച് മരിക്കേണ്ടവരൊന്നുമല്ല. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ മക്കള്. നമുക്ക് കരുണ കാണിക്കാൻ, മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ, അങ്ങനെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ പങ്കുചേരാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നമ്മൾ നഷ്ടമാക്കിക്കൊണ്ട് സ്വാർത്ഥമതികളായി നമ്മൾ ജീവിച്ചെങ്കിൽ ഒരു വർഷം നമ്മൾ നഷ്ടപ്പെടുത്തിയില്ലേ? അങ്ങനെ ഒരു വർഷമായിട്ട് ഇനി വരുന്ന വർഷമെങ്കിലും ആകരുത്. അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. പുതിയ വീട് വാങ്ങിക്കാൻ പറ്റിയവരുന്നോ, പുതിയൊരു ജോലി കിട്ടിയവരുന്നോ, വിദേശത്ത് പോകാൻ പറ്റിയവരുന്നോ, അല്ലെങ്കിൽ പഴയതിനേക്കാൾ കുറച്ചുകൂടെ ആരോഗ്യവും സൗന്ദര്യവും വന്നവരെന്നോ അല്ല പറഞ്ഞിരിക്കുന്നത്. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഈ ഒരു സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അർത്ഥവത്തായിട്ട് ഓരോ വർഷം നമുക്ക് ജീവിച്ച് 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 മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണം. വീണ്ടും നമുക്ക് ഏതാനും വചനഭാഗങ്ങൾ കൂടി എടുക്കുകയാണെങ്കിൽ, ദൈവം നീതിമാനാണെന്ന് അടിവരയിട്ട് പഠിപ്പിച്ചിരിക്കുന്ന ചില വചനഭാഗങ്ങളുണ്ട്. ദൈവം നീതിമാനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ദൈവം ക്രൂരനാണ്, ദൈവം ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ പേരിലൊന്നും ദൈവം ഇല്ലാണ്ടാകത്തില്ല. ദൈവം നീതിമാനാകാണ്ടിരിക്കത്തില്ല. കാരണം അത്ര കൃത്യതയോടെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. തോബിത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 1-2 വചനങ്ങൾ എടുത്താൽ, തോബിത്ത് 3-ാം അധ്യായത്തിൻ്റെ 1-2 വചനങ്ങൾ എടുക്കുമ്പോൾ 3 കാര്യങ്ങൾ അവിടെ ദൈവം അടിവരയിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 3 കാര്യങ്ങൾ ഇതൊക്കെയാണെന്നറിയാമോ? ഒന്നാമത്തെ കാര്യം, ദൈവം നീതിമാനാണ്. അതാണ് വചനം പഠിപ്പിക്കുക. ദൈവം നീതിമാനാണ്. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൻ്റെ പ്രവൃത്തികളും മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ്. നമുക്കിതൊന്നും നിഷേധിക്കാൻ പറ്റത്തില്ല. നമുക്കിതൊന്നും അല്ല ദൈവം എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ നമുക്ക് പറ്റത്തില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ്. മൂന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിൻ്റെ വിധി സത്യവും നീതിനിഷ്ഠവുമാണ്. അങ്ങനെയുള്ള വിധിയെ ദൈവം നടത്തുന്നുള്ളൂ. ഇനി അതിന് പകരം നമ്മൾ ഈ ദൈവം എന്നോട് ക്രൂരത കാണിച്ചു, മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കിങ്ങനെയെല്ലാം വന്നു, അങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മൾ പരാതി പരിഭവം പറഞ്ഞാലും ദൈവത്തിൻ്റെ സ്വഭാവം മാറത്തില്ല. ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ദൈവം നീതിമാനാണ്, അവൻ്റെ പ്രവൃത്തികളും മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ്, അവൻ്റെ വിധി സത്യവും നീതിനിഷ്ഠവുമാണ്. 2 മക്കബായർ 12-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വചനം എടുത്താൽ, 2 മക്കബായർ 12-41 നമ്മൾ കാണുന്നൊരു കാര്യം, ദൈവം നീതിമാനായ വിധിയാളനും നിഗൂഢമായവ വെളിപ്പെടുത്തുന്നവനുമാണ്. 2 കാര്യങ്ങൾ ഇവിടെ ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്ന്, നീതിമാനായ വിധിയാളൻ. ദൈവം വിധിക്കുന്നതെല്ലാം നീതിപൂർവമാണ്. അനീതി ദൈവം കാണിക്കത്തില്ല, ദൈവത്തിന് കാണിക്കാൻ പറ്റില്ല. ദൈവം എന്നോട് അനീതി കാണിച്ചു എന്ന് 100 വട്ടം പറഞ്ഞാലും ദൈവം അനീതി കാണിക്കുന്ന ഒരു ദൈവമാകത്തില്ല. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ
നമ്മൾ ചിലപ്പോൾ പറഞ്ഞു പോയ കാര്യമായിരിക്കാം, അത് സത്യമായിരിക്കണമെന്നില്ല. നീതിമാനായ വിധിയാളൻ, അതാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമത്തെ കാര്യം പറഞ്ഞിരിക്കുകയാണ്, നിഗൂഢമായവ വെളിപ്പെടുത്തുന്നവൻ. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നമുക്ക് ആർക്കും രഹസ്യമെന്ന് പറയണതൊന്നുമില്ല. നമ്മളെന്താ ചെയ്യുക? കർത്താവിനറിയാം. നമ്മളെന്താ പറഞ്ഞിട്ടുള്ളത്? കർത്താവിനറിയാം. നമ്മളെന്താ പ്രവർത്തിച്ചിട്ടുള്ളത്? കർത്താവിനറിയാം. നമ്മൾ പരമ രഹസ്യമായിട്ട് ചെയ്ത കാര്യങ്ങളാണേലും ഒക്കെ കർത്താവിനറിയാം. നിഗൂഢമായവ അറിയുന്നവനും നിഗൂഢമായവ വെളിപ്പെടുത്തുന്നവനുമാണ് നമ്മുടെ ദൈവം. അതാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 7:9 വചനം കൂടി എടുത്താൽ, സങ്കീർത്തനം 7:9 ദൈവം നീതിമാനും അതുപോലെ തന്നെ ദൈവം മനുഷ്യൻ്റെ മനസ്സും ഹൃദയവും പരിശോധിക്കുന്നവനുമാണ്. വീണ്ടും ഇവിടെ നമ്മൾ കാണുകയാണ്, നമ്മുടെ മനസ്സറിയുന്നത് ദൈവമാണ്, നമ്മുടെ ഹൃദയം മനസ്സിലാക്കുന്നത് ദൈവമാണ്. പലരുടെ അടുത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സൽപ്പേരൊക്കെ നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ ശരിക്കും ആരാണെന്നുള്ളത് ദൈവത്തിനറിയാം. പറയുണ്ട്, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം ശരിയായ രീതിയിൽ അറിയുന്നത് നമ്മുടെ ദൈവമാണ്. മറ്റാരും നമ്മളെ മനസ്സിലാക്കിയില്ലേലും അതിൻ്റെ പേരിൽ നമ്മൾ ഒരുപാട് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മെ അറിയുന്ന, നമ്മെ മനസ്സിലാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. 1 യോഹന്നാൻ 2:1 എടുത്താൽ, 1 യോഹന്നാൻ 2:1 യേശു നീതിമാനായ ഒരു ദൈവമാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. പിതാവായ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം യേശുവിനെ കുറിച്ച് പറയപ്പെടുന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, യേശു ആരാണ്? നീതിമാനായ ദൈവം. വീണ്ടും 1 യോഹന്നാൻ 3:7 വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആരാണ് ശരിക്കും നീതിമാൻ? നീതി പ്രവർത്തിക്കുന്നവൻ. പിതാവായ ദൈവം നീതി പ്രവർത്തിക്കുന്നവൻ, പുത്രനായ യേശു നീതി പ്രവർത്തിക്കുന്നവൻ. ദൈവമക്കളായി നമ്മൾ നീതി പ്രവർത്തിക്കേണ്ടവരാണ്. അത് നമ്മൾ ചെയ്യുന്നെങ്കിൽ നമ്മളൊക്കെ നീതിമാന്മാരായിട്ട് മാറും. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ ഈ സ്വഭാവം പങ്കിടാൻ സാധിക്കുന്നത് ദൈവമക്കളായ നമ്മുടെ വലിയൊരു അവകാശമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണെന്നുള്ള അബോധ്യത്തോടെ നീതിപൂർവ്വം ജീവിക്കാൻ നമ്മളെപ്പോഴും ഉത്സുകരാകണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ വചന വെളിച്ചത്തിൽ ചിന്തിക്കുകയാണ്. നമ്മുടെ ദൈവം കാരുണ്യവാനായ ദൈവം. നിങ്ങൾ ഇന്നും നാളെ ഇരുന്ന് ഈ 2023 കുറിച്ച് ചിന്തിക്കുക. എന്നിട്ട് വന്നുപോയ സകല തെറ്റുകളും പാപങ്ങളും ഓർത്ത് അനുതാപത്തോടെ അവ ഏറ്റുപറയുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചോണം, എൻ്റെ ദൈവം കാരുണ്യവാനായ ദൈവമാണ്. ഞാനൊരു പക്ഷേ 1-ാം കൽപ്പന ലംഘിച്ചിട്ടുണ്ടായിരിക്കാം, 6-ാം കൽപ്പന ലംഘിച്ചിട്ടുണ്ടായിരിക്കാം, 10 കൽപ്പന ലംഘിച്ചിട്ടുണ്ടായിരിക്കാം. ഇനി അതിൻ്റെ പേരിൽ ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കരുത്. ഫൗസ്റ്റീനായിക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത കാര്യം അറിയാമല്ലേ? ഏറ്റവും വലിയ പാപിക്ക് ഏറ്റവും വലിയ അവകാശം ദൈവകരുണയ്ക്ക്. അതിനെന്ത് ചെയ്യണം? അതിന് അതുപോലെ അനുദപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിയണം. പാപം ചെയ്യാൻ കാണിച്ച ഉത്സാഹത്തിൻ്റെ 10 ഇരട്ടി ഉത്സാഹത്തോടെ അനുദപിച്ച് തിരിച്ചു വരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഈ കരുണ എന്ന് പറഞ്ഞ് നമ്മൾ എന്നാ കാണിച്ചാലും കരുണ വന്നോളും എന്ന് വിചാരിക്കരുത്. കരുണ കിട്ടാനുള്ള വഴി ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. നീ പാപം ചെയ്യാൻ കാണിച്ചൊരു ഉത്സാഹം ഉണ്ടല്ലോ, പാപം ചെയ്യാനായിട്ട് നീ എടുത്ത ഒരു പ്രയത്നം, അതിൻ്റെ 10 ഇരട്ടി ഉത്സാഹത്തോടെ തിരിച്ചു വരണം. അങ്ങനെയുള്ളവർക്ക് ഈ കരുണ ലഭിക്കും എന്നുള്ളത് കർത്താവ് വചനത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യമാണ്. അപ്പം പറയുന്നുണ്ട്, അങ്ങനെയുള്ളവർക്ക് ദൈവകരുണയ്ക്ക് ഏറ്റവും വലിയ അർഹതയാണെന്നാണ് പറഞ്ഞത്. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ അദ്ദേഹം പറഞ്ഞത്, ഇന്ന് മനുഷ്യർക്ക് മറ്റെന്തിനേക്കാൾ ആവശ്യമായിട്ടുള്ളത് എന്താണ്? മറ്റെന്തിനേക്കാൾ ആവശ്യമായിട്ടുള്ളത് പണം ആണോ? സൗന്ദര്യം ആണോ? വിദ്യാഭ്യാസം ആണോ? അല്ല. മറ്റെന്തിനേക്കാൾ ആവശ്യമായിട്ടുള്ളത് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അതെന്നാ? കരുണ. ദൈവത്തിൻ്റെ കരുണയാണ് മറ്റെന്തിനേക്കാൾ ആവശ്യമായിട്ടുള്ളത്. നമ്മൾ ഈ സഹായം തേടി വല്ലവരുടെയൊക്കെ പുറകെ നടക്കുന്ന ആ സമയത്ത് കുത്തിയിരുന്ന് ദൈവം എന്നോട് കരുണ കാണിക്കണം എന്നൊന്ന് പറയാമോ? നിങ്ങൾ ആരുടെയും പുറകെ പോകേണ്ട കാര്യമില്ല, നിങ്ങളുടെ അടുത്തേക്ക് ആളെ കൊണ്ടുവരും. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവം നമുക്ക്
ആവശ്യമായ കാര്യങ്ങൾ നടത്തി തരാൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വ്യക്തികളെ പോലും നമ്മുടെ അടുത്ത് എത്തിക്കും. പിന്നെ ഇതിനെ നമ്മൾ നടന്ന് നമ്മളെ ചെരുപ്പ് തേച്ച് തീർക്കണം. അതിന് പകരം നമ്മൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും, സഹായം നമ്മുടെ അടുത്തേക്ക് എത്തിക്കും. അപ്പം ആ ഒരു ബോധ്യത്തിലേക്കാണ് നമ്മുടെ ജീവിതത്തെ ഉയർത്തേണ്ടത്. നമുക്ക് ഏതാനും വചനഭാഗങ്ങൾ എടുക്കാം. പുറപ്പാട് 34 അധ്യായത്തിൻ്റെ 5 മുതൽ. അറിയില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ധേരം പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. മോശയുടെ മുമ്പിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്ന ദൈവം, മോശയ്ക്ക് ദൈവം തൻ്റെ ഫ്രണ്ട് കാണാനായിട്ടുള്ള ഒരു അവസരം കൊടുത്തില്ല. ബാക്ക് ഒന്ന് കണ്ടോളാൻ പറഞ്ഞു, ഒരു നോട്ടം, എൻ്റെ പുറകെ നീ ഒന്ന് കണ്ടു. പക്ഷേ ദൈവം പോയപ്പോൾ സംസാരിച്ചോണ്ടാ പോകുന്നത്. ചിലരിങ്ങനെ നടക്കണ വഴിയെല്ലാം പുറപുറത്തോണ്ട് നടക്കില്ല. ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് ദൈവിക കാര്യങ്ങൾ വെളിപ്പെടുത്തിയതാ ദൈവം. ദൈവം നടന്നു പോയപ്പോൾ ദൈവം പറഞ്ഞത് 5 മുതലുള്ള വചനങ്ങൾ വായിച്ചു. കർത്താവ് എന്ന് തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. അവിടുന്ന് ഇപ്രകാരം അരുൾ ചെയ്തുകൊണ്ടാണ് മോശയുടെ മുമ്പിൽ കൂടെ കടന്നുപോയത്. എന്തായിരുന്നു? കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. ഇതാണ് നമ്മുടെ ദൈവം. ദൈവം വിളിച്ചു പറഞ്ഞ കാര്യമാണ്. അവിടെ ഞാൻ പറഞ്ഞു, ഇത് വിശ്വസിച്ച ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ പുറകെ കൂടി നടക്കേണ്ട കാര്യമില്ല. എനിക്കിന്ന് സങ്കടം തോന്നിയിട്ടുണ്ട് ചിലരുടെ മനോഭാവം, കാഴ്ചപ്പാട് കണ്ടിട്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണോ ഏതെങ്കിലും വ്യക്തികളുടെ പുറകെ ഈ ദൈവത്തെ പോലും മറന്ന് ആ വ്യക്തികളുടെ പുറകെ പോയാൽ കിട്ടും 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 എന്ന് വിചാരിച്ച് നടക്കുന്നത്? അത് വിശ്വാസമാണോ? നിങ്ങൾ ഈ മനുഷ്യരെ വിട്ടിട്ട് ശരിക്കും കർത്താവിൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന് കരഞ്ഞ് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം ഇറങ്ങി വരും. നമ്മൾ ഇരിക്കുന്നിടത്തേക്ക് ദൈവം നമ്മളെ സഹായിക്കേണ്ട വ്യക്തികളെ കൊണ്ടുവന്ന് നിർത്തും. അതാണ് നമ്മുടെ ദൈവം. ദൈവത്തെ കാണാനോ ദൈവത്തിൻ്റെ അടുത്തിരുന്നൊന്ന് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിൽ ഭക്തിയോടൊന്ന് പങ്കെടുക്കാനോ കുത്തിയിരുന്ന് വചനം കേൾക്കാനോ കുത്തിയിരുന്ന് ബൈബിള് വായിക്കാനോ ഇതിനൊന്നും താല്പര്യം കാണിക്കാതെ അവരെ കാണാൻ ഇവരെ കാണാൻ എന്ന് പറഞ്ഞ് അതിനു വേണ്ടി വെളുപ്പിനെ പോകണമെങ്കിൽ വെളുപ്പിനെ പോകും, ദിവസം മുഴുവൻ കാത്തിരിക്കണമെങ്കിൽ അത് ചെയ്യും. ഇവിടെ തമ്പുരാൻ കഴിഞ്ഞിട്ടല്ല മനുഷ്യരുള്ളോ? ഇവിടെ ദൈവം പറഞ്ഞൊരു കാര്യം, ഞാൻ കാരുണ്യവനായ ദൈവമാണ്, സ്നേഹത്തിൽ കാരുണ്യത്തിൽ അത്യുദാരൻ, ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ മനുഷ്യരെ വിട്ടിട്ട് നിങ്ങൾ ദൈവത്തെ പിടിക്കാൻ പഠിക്കുക, ഇരുന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കുക, വചനം വായിക്കാൻ പഠിക്കുക, വചനം കേൾക്കാൻ പഠിക്കുക, വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുക. അവിടെ ദൈവം പ്രവർത്തിക്കും. അങ്ങനെയാണ് നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാകേണ്ടത്. മറ്റു മാർഗങ്ങളിലൂടെ കിട്ടുന്നതൊക്കെ, അതിപ്പോൾ നിങ്ങൾ മന്ത്രവാദിയും കൂടോത്രക്കാരനെ സമീപിച്ചാലും താൽക്കാലികമായ ആശ്വാസം നമുക്ക് ഉണ്ടായെന്ന് വരും, നിലനിൽക്കത്തില്ല. ഒരുപക്ഷെ നിങ്ങളുടെ ചിലരുടെയൊക്കെ അനുഭവമായിരിക്കും, അത് നിലനിൽക്കത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ അനുഭവം ഉണ്ടായവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പറയണ്ടേ, നിലനിൽക്കുന്നത് ദൈവത്തിൽ നിന്ന് നമ്മൾ ഏറ്റെടുക്കണം. അതിനാണ് ദൈവം പറയുക, ഞാൻ കാരുണ്യവാനായ ദൈവം, നിങ്ങൾ എൻ്റെ പക്കലേക്ക് തിരിയുക എന്ന്. യെശയ്യാ 63 7-ാമത്തെ വചനം എടുത്താൽ, യെശയ്യാ 63 7-ാമത്തെ വചനം, അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം ഇസ്രായേലിനോട് കാണിച്ചത് മഹാനന്മയാണ്. ഏറ്റവും വലിയ ധ്യാനഗുരുക്കന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ദൈവത്തിനെ ചെയ്യാൻ പറ്റുള്ളൂ. മഹാനന്മ. ബാക്കിയുള്ളവർക്കൊക്കെ ആ നന്മ അത് ചെറിയ തോതിലൊക്കെ കാണിക്കാൻ പറ്റിയേനെ, പക്ഷെ മഹാനന്മ ദൈവം കാണിക്കുന്ന, ഇസ്രായേലിനോട് ദൈവം കാണിച്ചത് മഹാനന്മയാണെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക.
സങ്കീർത്തനം 69:16 വായിച്ചാൽ, സങ്കീർത്തനം 69:16 വചനം പറയുന്നത്, ദൈവം കരുണാസമ്പന്നൻ. ഇവിടെ സാധാരണ ആരുടെയെങ്കിലും അടുത്ത് സഹായം ചോദിച്ച് പോകുന്നവര് പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള ആരുടെയെങ്കിലും അടുത്തേക്ക് നമ്മൾ പോവോ? സഹായം ചോദിച്ച് നമ്മൾ പോകുന്ന ആരുടെ അടുത്തേക്കാണ്? സമ്പന്നരുടെ അടുത്തേക്കാണ്. കാരണം അവർക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, കരുണയിൽ സമ്പന്നനായവൻ നമ്മുടെ ദൈവമാണ്. പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മൾ തിരിയണം. ആ കരുണ നമുക്ക് ലഭിച്ചാൽ നമുക്ക് ഒന്നിനും ഒരു കുറവും വരത്തില്ല. സങ്കീർത്തനം 103 8 വചനം കൂടി എടുത്താൽ, സങ്കീർത്തനം 103 8 പറയുന്നത്, കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. ആർദ്രഹൃദയനായ ദൈവം, കാരുണ്യവാനായ ദൈവം. അതുകൊണ്ട് നമുക്ക് ഈ സ്നേഹം, കരുണ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മൾ കൂട്ടുപിടിക്കേണ്ടത് ദൈവത്തെയാണ്. നമ്മൾ തിരിയേണ്ടത് ദൈവത്തെങ്കിലേക്കാണ് എന്നുള്ളത് ദൈവം നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഏതാനും വചനഭാഗങ്ങൾ ഞാൻ പറയാം, എല്ലാം നമുക്ക് വായിച്ചു പോകാൻ പറ്റിയാണ്. നിങ്ങൾ എഴുതി വെച്ചിട്ട് പിന്നീടാണേലും നിങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും ദൈവകരുണയുടെ വ്യാപ്തി നമുക്കൊക്കെ ഊഹിക്കാവുന്നതിനപ്പുറം. ദൈവകരുണ എന്ന് പറയുന്നത് 1-2 കിൻഡലൊന്നും അല്ല. ദൈവകരുണയുടെ വ്യാപ്തി എന്ന് പറയുന്നത് നമുക്കൊന്നും ഊഹിക്കാൻ പോലും പറ്റാത്ത വിധം അത്ര വലുതാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഏതാനും വചനഭാഗങ്ങൾ നമുക്ക് എടുക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 13-ാമത്തെ വചനം. ജ്ഞാനം 12-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം പറയുന്നത്, ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരുമില്ല. എനിക്ക് ദൈവം നമുക്ക് ചിന്തിക്കാവുന്ന വ്യക്തികളിലൊക്കെ ചിലര് ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഞാൻ ഇന്നടത്ത് ചെന്നപ്പോഴത്തേക്കും ഇന്നയാളെ സമീപിച്ചപ്പോഴത്തേക്കും അവരെനിക്ക് 2 സെന്റ് ഭൂമി വാങ്ങിക്കാനുള്ള സാമ്പത്തിക സഹായം തന്നു, അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ള സഹായം തന്നു, അല്ലെങ്കിൽ എന്നെ വിദേശത്ത് വിടാനുള്ള സഹായം ചെയ്തു. ഇതൊക്കെയാണോ ഏറ്റവും വലിയ കരുണ? ഇവിടെ നമ്മൾ കാണുകയാണ്, ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരുമില്ല. ഈ ദൈവത്തെ മറന്നിട്ട് നിങ്ങൾ ഒരുപാട് വ്യക്തികളെ സമീപിച്ച് ഒരുപാട് സഹായം ഇതിനോടകം കിട്ടിയിട്ടുണ്ടെങ്കിലും, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് കിട്ടുന്ന നമുക്ക് എങ്ങനെ കിട്ടും? പറയുന്നുണ്ട്, ദൈവമാണ് കരുണയുടെ കാര്യത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വ്യക്തി എന്ന് നമ്മൾ തിരിച്ചറിയണം. യോനായുടെ പുസ്തകം നോക്കിക്കേ, 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം ഒരു 4-5 കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. യോന 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം, യോനാ പ്രവാചകൻ ദൈവത്തെക്കുറിച്ച് എണ്ണിപ്പറക്കി പറയുന്ന ഒരു രംഗമാണ്. ദൈവം ആരാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. യോന 4-ന്റെ 2-ാമത്തെ വചനം, ദൈവം ദയാലുവാണ്. ദയാലു, ഈ ദയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമെന്ന് നമ്മൾ കണ്ടു. അത് കിട്ടണമെങ്കിൽ നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയണം. ദയാലുവാണ്. 2-ാമത്തെ കാര്യം, കാരുണ്യവാനാണ്. ഇവിടെ ദൈവത്തെക്കുറിച്ച് യോനാ പ്രവാചകൻ പറഞ്ഞ, എനിക്കറിയാം നീ ആരാണെന്ന്, നീ ദയാലു, നീ കാരുണ്യവാൻ, അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഈ ജനത്തോട് പ്രവർത്തിച്ചത്. ക്ഷമാശീലൻ 3-ാമത്തെ കാര്യം, സ്നേഹനിധി 4-ാമത്തെ കാര്യം, ശിക്ഷിക്കുന്നതിൽ വിമുഖൻ 5-ാമത്തെ കാര്യം. ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ദൈവത്തെക്കുറിച്ച് യോന 4-ന്റെ 2-ാമത്തെ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. യോന അവിടെ ഒരു പരാതിയായിട്ട് പറഞ്ഞ കാര്യമാണെങ്കിലും ദൈവത്തിൻ്റെ സ്വഭാവം അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവം ആരാണെന്ന് ഈ പ്രവാചകൻ വിളിച്ചു പറയാണ്. ദയാലുവാണ്, കാരുണ്യവാനാണ്, ക്ഷമാശീലനാണ്, സ്നേഹനിധിയാണ്, ശിക്ഷിക്കുന്നതിൽ വിമുഖൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടത്, നമുക്ക് കരുണ വേണോ? നമ്മൾ തിരിയേണ്ടത് ദൈവത്തിങ്കിലേക്കാണ്. പാപമോചനം വേണോ? തിരിയേണ്ടത് ദൈവത്തിങ്കിലേക്കാണ്. സൗഖ്യം വേണോ? തിരിയേണ്ടത് ദൈവത്തിങ്കിലേക്കാണ്. മുറിപ്പെടുത്തിയ വ്യക്തികളെ, അവരെ കുറ്റപ്പെടുത്തി സംസാരിച്ച് നമ്മൾ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചാലും ഒരു സൗഖ്യം പ്രാപിച്ച് നമ്മൾ പോവുകയാണ്. പകരം നമ്മൾ അവരെ വിട്ടിട്ട് കർത്താവിൻ്റെ നാമത്തിൽ അവരോട് ക്ഷമിച്ചിട്ട് ദൈവത്തിൻ്റെ പക്കലേക്ക് ഒന്ന് തിരിയുകയാണെങ്കിൽ സൗഖ്യം പ്രാപിച്ച് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം. അതുകൊണ്ടാണ്
മനുഷ്യരെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണം എന്ന് പറഞ്ഞിരിക്കുന്നത്. 2 മക്കബായർ 6:16 വായിച്ചാൽ, 2 മക്കബായർ 6-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം ദൈവത്തിൻ്റെ കരുണയുടെ ഒരു പ്രത്യേകത അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ദൈവം ഒരിക്കലും തൻ്റെ കരുണ പിൻവലിക്കില്ല. ചിലർക്ക് സംശയം ഉണ്ടായിരിക്കാം, എന്തുകൊണ്ടാണ് ചിലര് 6 പോക്കൃത്തരം കാണിച്ചിട്ടും കർത്താവ് അവരെ ജീവിക്കാൻ അനുവദിക്കുന്നത്? അവരെയൊക്കെ തട്ടിക്കളഞ്ഞാൽ പോരായിരുന്നു, വല്ലോ തീയും ഗന്ധകവും അവരുടെ മേൽ ഇറക്കിയാൽ പോരായിരുന്നു. ദൈവത്തിൻ്റെ കരുണ ഒരിക്കലും പിൻവലിക്കത്തില്ല. അതാണ് ദൈവത്തിൻ്റെ കരുണയുടെ ഒരു പ്രത്യേകത. പറയുകൊണ്ട് നമുക്കൊക്കെ കരുണ ആഗ്രഹിക്കുന്ന നമുക്ക് ഇടക്കാലത്ത് നമുക്കൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ കരുണയ്ക്ക് നമുക്ക് അർഹതയുണ്ട്. നമ്മൾ അനുദപിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിഞ്ഞാൽ മതി. യെശയ്യാ 54:7 വചനം പഠിപ്പിക്കുന്നത്, യെശയ്യാ 54:7 വചനം ദൈവ കരുണയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? മഹാകരുണ. മഹാകരുണ. നമ്മൾ ചിലര് അതെ പോക്കൃത്തരമായി പോയെന്ന് പറയുന്നതും മഹാപോക്കൃത്തരമായി പോയെന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമില്ല. മഹാകരുണ, അതാണ് ദൈവത്തിൻ്റെ കരുണയെ വർണ്ണിച്ച് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം 103 11 വചനവും സങ്കീർത്തനം 36:5 മുതൽ 7 വരെയുള്ള വചനവും രണ്ടും വായിച്ചു കഴിഞ്ഞാൽ ഒരേ കാര്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ കരുണ ആകാശം പോലെ ഉയർന്നു നിൽക്കുന്നതാണ്. ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, അവർ വിളിച്ചു പറയും എത്ര അടി പൊക്കത്തിൽ കൂടി എപ്പോൾ പോകണമെന്ന്, ഭൂമിയിൽ നിന്നും എത്ര അടി ഉയർന്നാണ് പറക്കുന്നത് എന്ന്. എന്നിട്ടും അങ്ങ് എത്തിയിട്ടില്ല കേട്ടോ. പിന്നെ കിടക്കാം ആകാശം. ആകാശം പോലെ ഉയർന്നു നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. അതുകൊണ്ട് ഈ കരുണയുടെ വ്യാപ്തി മനസ്സിലാക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതില്ല. സങ്കീർത്തനം 89:28 യെശയ്യാ 54:10 വായിച്ചാൽ ദൈവകരുണയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് കർത്താവിൻ്റെ കരുണ അചഞ്ചലമാണ്. നമ്മുടെയൊക്കെ മനസ്സ് ഇടയ്ക്കിടയ്ക്കൊക്കെ ചഞ്ചലിക്കും, നമ്മുടെയൊക്കെ വിശ്വസ്തത ചഞ്ചലിക്കും, നമ്മുടെയൊക്കെ പ്രാർത്ഥന ചഞ്ചലിക്കും, നമ്മുടെയൊക്കെ സ്നേഹം ചഞ്ചലിക്കും. പക്ഷെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അചഞ്ചലം, ഒരിക്കലും ചഞ്ചലിക്കാത്തത്. അതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് സങ്കീർത്തനം 89:28 വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ജെറമിയയുടെ പുസ്തകം 31:20 കൂടി എടുക്കുകയാണെങ്കിൽ ജെറമിയ 31:20 നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ കരുണ നിസ്സീമമായ കരുണയാണ്. വീണ്ടും ഈ കരുണയുടെ വ്യാപ്തി നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. നിസ്സീമമായ കരുണ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ ആരും ആകുലപ്പെടേണ്ട കാര്യമില്ല. ഇന്നലകളെക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെട്ടോ നിരാശപ്പെട്ടോ നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ കരുണയിൽ ശരണപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ലാസ്റ്റ് സങ്കീർത്തനം 33:5 നമ്മൾ വായിക്കാറുള്ളൊരു കാര്യമാണ്. സങ്കീർത്തനം 33:5 പറഞ്ഞിരിക്കുന്നത് ഭൂമി മുഴുവൻ കർത്താവിൻ്റെ കരുണ കൊണ്ട് നിറഞ്ഞിരിക്കും. ഈ ഭൂമിയിൽ എവിടെ പോയാലും നമുക്ക് ദൈവത്തിൻ്റെ കരുണയുടെ സ്പർശനം കിട്ടും. കാരണം ഭൂമിയിൽ ദൈവകരുണ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്.